മെയ് 4-ന് 5 സ്റ്റേറ്റുകളുടെ റിസൾട്ട് വന്നല്ലോ സാറേ ഇലക്ഷൻ്റെ. ഇലക്ഷനെ കുറിച്ച് സാറിൻ്റെ പൊതു അഭിപ്രായം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ധ്രുവീകരണം എന്നുള്ള സത്യം, പരമമായ സത്യം ഭാരതത്തിൽ നടന്നിരിക്കുന്നു. അത് എല്ലായിടത്തും നടന്നിരിക്കുന്നു. അഫ്കോഴ്സ് നമ്മുടെ തമിഴ്നാട്ടിലെ ഡിഫറൻറ്റ് പൊളിറ്റിക്സാണ്, അവിടെ സെല്ലോയിഡ് പൊളിറ്റിക്സാണ്. അതർവൈസ് ധ്രുവീകരണം എന്നുള്ളൊരു പരമാർത്ഥമാണ്. അത് സംഭവിച്ചിരിക്കും, അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ള ലക്ഷണങ്ങളുമാണ് നമ്മൾ കാണുന്നത്. അതാണ് എനിക്ക് ഇലക്ഷനെ കുറിച്ച് ഒരു മൊത്തമായി പറയാനുള്ള ഒരു കാര്യം. അതിൽ ആസാമിലും പിന്നെ ബംഗാളിലും ഈ SIRഉം കോൺട്രിബ്യൂട്ട്, കാരണം അനധികൃതമായിട്ട് അവിടെ കൊണ്ട് ബംഗ്ലാദേശികളെ കൊണ്ട് താമസിപ്പിച്ച് പിന്നെ വോട്ട് ചെയ്യിപ്പിച്ചിരുന്ന സമ്പ്രദായം നിർത്തലായി. അതിനെക്കുറിച്ച് ഇവിടെ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് മാറി ഇപ്പം യഥാർത്ഥ ഇന്ത്യക്കാർ വോട്ട് ചെയ്ത ഒരു ഇലക്ഷനാണെന്ന് പറയാം എന്ന് പറയും. ഇപ്പോഴാണ് യഥാർത്ഥ ഇന്ത്യക്കാർ. തമിഴ്നാട്ടിൽ അവിടെ പിന്നെ അവിടെ ഒരു പൊളിറ്റിക്സ് ഒന്നും ഒരു മെച്ചൂർഡ് പൊളിറ്റിക്സ് അല്ല, അവിടെ ഒരു സിനിമാ പൊളിറ്റിക്സ് ആണ്. അപ്പൊ അതിന്റെ പേരിൽ ഈ വിജയ് കയറി വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതാണ് എനിക്ക് പിന്നെ മൊത്തമായിട്ട് ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കേരളത്തെ കുറിച്ച് സംസാരിച്ചാലോ? കാരണം കേരളത്തിൽ കുറെ മിക്കവാറും റിസൾട്ടൊക്കെ ഈ പോസ്റ്റ് പോൾ സർവേ പ്രകാരം നടന്ന പോലെയൊക്കെ വന്നിട്ടുണ്ട്. BJPക്ക് ഒരു 3 സീറ്റ് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് 3 സീറ്റ് BJP പിടിച്ചു. മൊത്തത്തിൽ സാർ കേരളത്തിലെ റിസൾട്ടിനെ എങ്ങനെ വിലയിരുത്തുന്നു? അതെ, അത് ഈ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞത് കേരളത്തിലെ എല്ലാ ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്ത ഒരു സന്തോഷിച്ചൊരു ഇലക്ഷനാണ്. ഇവിടെയും ധ്രുവീകരണം നടന്നിട്ടുണ്ട്, പക്ഷേ ഒരു ഭാഗത്ത് മാത്രം മൈനോറിറ്റി ധ്രുവീകരണം മാത്രമാണ് നടന്നത്. ഇവിടെ മറ്റിടത്തൊക്കെ ഒരു മെജോറിറ്റി കൺസോൾട്ടേഷൻ നടന്നുവെങ്കിൽ ഇവിടെ നടന്നത് അവിടെ കൂടുതലും ശരിക്കും ഇതുവരെ അവിടെ ഹിന്ദുക്കള് ഇതുണ്ടായിരുന്നില്ല, ഒരു എന്താ പറയാ പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഇറ്റ് ഹാസ് ഹാപ്പൻ നൗ. ഇവിടെ അങ്ങനല്ല, ഇവിടെ തിരിച്ച് പണ്ട് തൊട്ടേ ഉണ്ട്, പക്ഷെ അത് കൂടുതലായി പ്രകടമായ ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷന്റെ പ്രകടമായ ധ്രുവീകരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ മഞ്ചേശ്വരത്തും പാലക്കാടും ഒക്കെ നമ്മൾ കണ്ടത്. ഇത് വേറൊരു ഇത് നമ്മൾ മൊത്തമായിട്ട് പറയുമ്പോൾ 3 അരഗൻ ചീഫ് മിനിസ്റ്റേഴ്സിനെ താഴെ ഇറക്കിയ ഒരു ഇലക്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും മൊത്തത്തിൽ ഭാരതത്തിൽ. അല്ല, നമ്മുടെ ആൾക്കാരൊന്നും പേര് പറയേണ്ട കാര്യമില്ല. നടന്നു. UDF 102 സീറ്റുമായിട്ട് വളരെ ഹാപ്പിയാണ്. BJPക്ക് 3 സീറ്റ് കിട്ടി. അവർക്ക് 5 സീറ്റ് കിട്ടേണ്ടതായിരുന്നു. അവരുടെ കാൻഡിഡേറ്റ് സെലക്ഷനിലെ ഉണ്ടായ അപാകതകൾ കാരണമായിരിക്കാം അവർ 2 സീറ്റ് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവരും ഒരു പരിധി വരെ ഹാപ്പിയാണ്. LDFും ഹാപ്പിയാണ്. എന്താ അറിയോ, അവർക്ക് ഒരു ഹെഡേക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഘടകകക്ഷികൾക്കും ഈവൻ മൊത്തം CPIക്കാർക്കും അവർക്ക് ഇയാളൊന്നും മാറ്റാൻ പറ്റാതിരിക്കുകയായിരുന്നു. അപ്പൊ അയാളുടെ ഒരു ക്ലച്ചസിൽ നിന്ന്, ഒരു ഡിക്റ്റേറ്ററുടെ ക്ലച്ചസിൽ നിന്ന് പിന്നെ പുറത്തു വരാൻ പറ്റി. അപ്പൊ അവരും ഹാപ്പിയാണ്. ഇതാണ് പിന്നെ കേരളത്തിലെ ഒരു മൊത്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം. പിന്നെ ഇവിടെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് മഞ്ചേശ്വരത്തും CPM. വളരെ പിന്നെ CPMല് വളരെ മൃഗീയമായ ക്രോസ് വോട്ടിംഗ് ആണ് മഞ്ചേശ്വരത്താണ്. CPMന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. അത് വളരെ വ്യക്തമാണ്. അവിടെ അത് എൻ്റെ അടുത്ത് അവിടെ പിന്നെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, അവിടെ നടക്കില്ല സുരേഷ്, അവിടെ BJP അവർ ജയിപ്പിക്കില്ല. അതാണ് അവരുടെ ഒരു രീതി എന്നുള്ളത്. സാർ, ഇപ്രാവശ്യം BJP ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തിയിരുന്നു. ഇവിടുന്ന് മെത്രാന്മാരെ ഡൽഹി കൊണ്ടുപോയി മോഡിയായിട്ട് അവർ കാണുന്നു. അനൂപ് ആന്റണിക്ക് വേണ്ടി മോഡി തിരുവല്ലയിൽ വരുന്നു. അങ്ങനെ കുറേ സംവിധാനങ്ങൾ ഷോൺ ജോർജിനെയും PC ജോർജിനെയും ഉയർത്തി കാണിക്കുന്നു. ഇതൊന്നും ഫലമില്ലാതെ പോയില്ല. എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിച്ചത്? വളരെ കൃത്യമാണ്. ഇവര് ക്രിസ്ത്യൻസിന്റെ ഒരു ഔട്ട്റീച്ചൊക്കെ നന്നായി, പക്ഷെ അത് നടക്കില്ല എന്നുള്ള എനിക്ക് അന്നേ നേരത്തെ അറിയാമായിരുന്നു. ഞാനത് പറഞ്ഞ് എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കൂടുതലും ക്രിസ്ത്യൻസാണ്. ഈ ഹിന്ദു ഫ്രണ്ട്സിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ക്രിസ്ത്യൻസിനാണ് ഫ്രണ്ട്സ് ഉള്ളത്. നല്ല ആൾക്കാരാണ്, നല്ല ആസ് എ പേഴ്സൺ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു ഫ്രണ്ട് ഇൻ നീഡാണ് ഒക്കെയാണ്. പക്ഷേ
അവർ BJP വോട്ട് ചെയ്യില്ല. കാരണം ഒരു ഫിയർ സൈക്കോസിസ് ഈ ക്ലേർജി, ഇവരുടെ ഈ മെത്രാന്മാർ അല്ലെങ്കിൽ അച്ഛന്മാർ ഇവരിൽ കൊച്ചിലേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് അതുകൊണ്ട് അവരൊരിക്കലും BJPക്ക് വോട്ട് ചെയ്യില്ല. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ദാറ്റ് ഹാസ് ഹാപ്പൻ നൗ ഓൾസോ. അതിന് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട്? ഒരു റിലീജിയസ് സെറ്റപ്പാണ്. ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും റിലീജിയസ് സെറ്റപ്പ് തമ്മിൽ വ്യത്യാസമാണ്. സാറ് പറഞ്ഞു വരുന്ന ഈ ഡോക്ടറൽ കമ്പൽഷൻ ഒരു പ്രയോഗം ഉണ്ടല്ലോ സാർ, അതിനെക്കുറിച്ചല്ലേ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും. എന്താണ് ഈ ഡോക്ടറൽ കമ്പൽഷൻ? വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിലോട്ട് മറ്റുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഡോക്ടറൽ കമ്പൽഷൻ എന്ന് പറയുന്നത്. അത് ഈ മറ്റു രണ്ട് മതങ്ങളുടെയും പിന്നെ ടെക്സ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഇതിൽ കൊണ്ടുവരുന്നു. അതവർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇതിന്റെ രണ്ടിനും പേരൊന്നാണല്ലോ സാർ. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഇതിനകത്തുള്ള അതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇവർ ഈ നമ്മുടെ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യനിലെ ആ സെറ്റപ്പ്, റിലീജിയസ് സെറ്റപ്പ് തന്നെ ഡിഫറൻ്റ് ആണ്. അതായത് ഈ ആൾക്കാരെ ചെറിയ പ്രായത്തോട്ടെ മതം പഠിപ്പിക്കുന്നു. സൺഡേ സ്കൂളുകളുണ്ട് ക്രിസ്ത്യൻസിന്, മറ്റു ഓത്ത് ക്ലാസ്സുകൾ മുസ്ലിംസിനുണ്ട്, മദ്രസ പഠനം ഒക്കെ ഉണ്ട്. അപ്പൊ അത് വളരെ കൊച്ചിലെ തന്നെ അതവര് ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചോളം അവർക്ക് പിന്നെ കുട്ടികളെ കൃത്യമായിട്ട് അമ്പലത്തിൽ അയക്കണമെന്നോ അല്ലെങ്കിൽ ഈ ടെസ്റ്റുകൾ പഠിപ്പിക്കുന്നോ ഒന്നും ഒരു മതം പഠിപ്പിക്കണം ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. പഠിപ്പിച്ചാൽ പഠിപ്പിച്ചു, ഇല്ലെങ്കിലില്ല എന്നുള്ളത്. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. മറ്റു രണ്ട് മതങ്ങളും കൃത്യമായിട്ട് വളരെ ഇതായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ മതം പഠിപ്പിക്കുന്നത്. പക്ഷെ ഹിന്ദുക്കളിൽ എന്താ ചെയ്യുന്നത്? ഹിന്ദുക്കളിൽ ചെയ്തത് പിന്നെ മതപഠനം നടത്തുന്നത് റിട്ടയർ ചെയ്തതിനു ശേഷമാണ്. ഈ എന്താ പറയാ, കതിരിന് വെള്ളം വയ്ക്കുന്ന പോലെയാണ്. അപ്പോഴത്തേക്കും അവരുടെ ലൈഫ് തീർന്നിട്ടുണ്ടാവും. പക്ഷേ അത് ഹിന്ദുക്കളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്കിവിടെ പാഠശാലയുള്ളത് വളരെ റെയറായിട്ട് കേരളത്തിൽ അങ്ങോ വർക്ക് ചെയ്യുന്നു. നമുക്കൊരു പ്രൊഫഷണൽ സംവിധാനമില്ലല്ലോ. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മദ്രസ ഉള്ളതുപോലെ ക്രിസ്ത്യാനികൾക്ക് സൺഡേ സ്കൂൾ ഉള്ളതുപോലെ നമുക്ക് എന്ത് സംവിധാനമാവുള്ളത്? എന്തുകൊണ്ടുണ്ടായിക്കൂടാ? ഉണ്ടാക്കണം. അവിടെയാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു ഒത്തൊരുമയില്ലായ്മയുടെ ഒരു നേർക്കാഴ്ചയാണത്. അപ്പൊ അതുപോലെ ഇവര് ഈ പഠിപ്പിക്കുന്ന ടെക്സ്റ്റുകളെ വളരെ കൊച്ചിലെ പഠിപ്പിക്കുന്നു. ആ ടെസ്റ്റിലെ കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. പിന്നെ അതിനകത്ത് അവർ പറയുന്നുണ്ട് മറ്റു മതങ്ങള് അല്ല, നമ്മുടെ മതം മാത്രമാണ് ശരിയെന്ന് പഠിപ്പിക്കുന്നു. കൊച്ചിലെ പഠിപ്പിക്കുക. പിന്നെ നമ്മുടെ ഇവരുടെ മെത്രാന്മാരുടെയും ക്ലർജിയുടെ ഇൻഫ്ലുവൻസ് അവരുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ടുണ്ടോ? അവരുടെ മെത്രാന്മാരുടെ ഒക്കെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതധ്യക്ഷന്മാരുടെയൊക്കെ തന്നെ എഡ്യൂക്കേഷൻ വളരെ ദേ ആർ ഹൈലി എഡ്യൂക്കേറ്റഡ്. അവർക്ക് അവരുടെ ആൾക്കാരെ പറഞ്ഞ് ഡയറക്ഷൻ കൊടുക്കാനുള്ള കഴിവുണ്ട് അവർക്ക്. അവരുടെ എഡ്യൂക്കേഷൻ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ അല്ലല്ല, അവര് ഇതും ഫോർമൽ എഡ്യൂക്കേഷനും ഉണ്ട്. അതിന്റെ കൂടെയാണ് അവർ തിയോളജിയും ചെയ്യുന്നത്. MA പഠിക്കുമ്പോൾ അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പല കാര്യം പൊളിറ്റിക്സ് പഠിക്കുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അതേസമയം ഹിന്ദുക്കളുടെ പിന്നെ അവരെ മതമേലക്ഷന്മാരെ റെസ്പെക്ട് ചെയ്യുന്നു. അവർക്ക് വേറൊരു കാര്യമുള്ള, അവർക്ക് സഭയില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ നൂല് തൊട്ട് നിങ്ങളുടെ കല്യാണം തൊട്ട് എല്ലാത്തിനും മരണം വരെ സഭ വേണം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിൽ കുഴിച്ചിടാം, നിങ്ങളുടെ പിന്നെ നൂലുകെട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്താം. ഇതൊക്കെ അങ്ങനെ ഒരു ഭയങ്കര ഫ്രീഡം. അതാണ് ആ ബേസിക് ഡിഫറൻസ്. നമ്മുടെ സോഷ്യൽ ഫങ്ഷൻസ് ആണ്. കറക്റ്റ്. അവരുടെ എല്ലാം ചർച്ച് ബേസ്ഡ് അല്ലെങ്കിൽ മോസ്ക് ബേസ്ഡ് പ്രോഗ്രാംസ് ആണ്. നമ്മുടെ പൂജാരിമാർക്ക് വെറും പൂജിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ VT ഭട്ടതിരിപ്പാട് അദ്ദേഹം പിന്നെ നമ്മുടെ മലയാളം അക്ഷരമാല പഠിക്കുന്നത് 28ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം പൂജിച്ചിരുന്ന പിന്നെ അമ്പലത്തില് ശർക്കര പൊതിഞ്ഞു കൊണ്ടുവന്ന പേപ്പറിൽ നിന്നാണ് അദ്ദേഹം ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത്. അതുവരെ അദ്ദേഹം ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ല. അതാണ് ഈ ഹിന്ദുക്കളുടെ ക്ലർജികളുടെ വ്യത്യാസം. ഈ സോഷ്യൽ മീഡിയയിൽ ആക്ടിവേറ്റുള്ള ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്, അവരുടെ മതം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവും. അപ്പൊ അത് എക്സ് മുസ്ലിം ആകുന്നില്ല, കാരണം അതിനത് സമ്മതിക്കില്ല. അവരുടെ ആ സെറ്റപ്പ് അങ്ങനെയാണ്. അതാണ് ആ ഡിഫറൻസ് ഇവരുടെ തമ്മിൽ. അപ്പൊ അങ്ങനെ ഈ ക്ലർജി ഇവരെ ഒരു ഫിയർ ഒരു സൈക്കോസിസിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇവരെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ BJPയെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു
ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവരുടെ ഡിഫറൻസ് പറഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പിന്നെ അച്ഛന്മാരുടെയൊക്കെ അരമനയിൽ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഭക്ഷണ രീതി കണ്ടിട്ടുണ്ട്. അവരുടെ ലിവിങ് വളരെ കോസി ആയിട്ടുള്ള ലക്ഷൂറിയസ് ലൈഫാണ് അവർ ഒരു യൂറോപ്യൻ സ്റ്റൈൽ. അതേസമയം പിന്നെ നമ്മുടെ ഈ ഹിന്ദുക്കളുടെ പിന്നെ പൂജാരിമാര് ഈ കിട്ടുന്ന നമ്മളെല്ലാം കോയിനാണ് കൊടുക്കുന്നത് അല്ലേ? ഈ 1 രൂപ 2 രൂപ എല്ലാം അവർക്ക് കാശ് കൊടുക്കണം. അവിടെ അങ്ങനെയല്ല, അവർക്ക് അതിന് വ്യക്തമായ ഒരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ ആ ഡിഫറൻസും ഉണ്ട്. പിന്നെ മേജറായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലർജികൾ പൊളിറ്റിക്സിൽ ഇന്റർഫിയർ ചെയ്യുന്നു. അല്ലെങ്കിൽ അന്ന് തൊട്ടേ അവരങ്ങനെയാണ്, എപ്പോഴും എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏത് മിനിസ്ട്രി വന്നു കഴിഞ്ഞാലും മാക്സിമം നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഒരു പർട്ടിക്കുലർ രണ്ട് പർട്ടിക്കുലർ വിഭാഗത്തിൽ കൂടെ ആയിരുന്നു. എക്സെപ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഈ നമ്മുടെ UDF വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഞാൻ ഈ പറഞ്ഞത്. കൂടുതലും അപ്പോൾ അവർ പാർട്ടി ഉണ്ടാക്കിയില്ല, പക്ഷേ അവരെല്ലാ പാർട്ടികളിലും അവരുടെ ആൾക്കാരെ നേതൃസ്ഥാനത്തിൽ വരാൻ ആൾക്കാരെ പ്രേരിപ്പിച്ചിരുന്നു. അതാണ് അവരുടെ കഴിവ്. ഇതൊന്നും ഞാനൊരു കുറ്റമായിട്ട് പറയുന്നില്ല, അവരുടെ കഴിവ് തന്നെയാണ്. പക്ഷെ അതാണ് ഈ ഇലക്ഷനിൽ അപ്പോൾ അവരതുകൊണ്ട് ക്രിസ്ത്യൻ പോപ്പുലേഷൻ BJPക്ക് വോട്ട് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നത് അർത്ഥശൂന്യമാണ്. അതൊരു ഇപ്പോൾ ഏറ്റവും കൂടുതൽ 2020 എക്സ്പെരിമെൻ്റ് എടുക്കാം. 2020 നമ്മുടെ ഇവരുടെ NDAയുടെ ഭാഗമാക്കി നല്ലൊരു മൂവ് ആയിരുന്നു. ശരി തന്നെയാണ്. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? മിസ്ഫയർ ചെയ്തു. 2020യുടെ കാൻഡിഡേറ്റ്സിന് പോലും കഴിഞ്ഞ വർഷം ഉണ്ടായ വോട്ടുകൾ പിടിക്കാൻ പറ്റില്ല. അതിനകത്ത് 10,000 20,000 വോട്ടുകൾ കുറഞ്ഞു. ഇതെല്ലാം ഈ മൈനോറിറ്റി വോട്ടുകളാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, അതിൽ നിന്നും BJP നേടാൻ പോകുന്നില്ല. ഇവിടെ നടക്കണമെങ്കിൽ ഇവിടെ ഒരു ഹിന്ദു, ഇവിടെ നോർത്തിൽ നടന്ന പോലുള്ള ഒരു ഹിന്ദു കൺസോളിഡേഷൻ എൻ മാസ് പ്യുവർ ഹിന്ദുത്വം പറയണം എന്ന് പറയുകയും അത് ആൾക്കാർ ഉൾക്കൊള്ളുകയും വേണമല്ലോ. ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യും പറയുന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് ആൾക്കാർ ഉൾക്കൊള്ളണ്ടേ? അത് ചെയ്താൽ മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പോകും. അതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. സാറേ, ഒരു അവസാനത്തെ ചോദ്യം, UDFന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും? അത് ദാറ്റ് ഈസ് നോൺ ഓഫ് അവർ കൺസേൺ. അവർ ആരോ ആയിക്കോട്ടെ, അവരുടെ ഏതെങ്കിലും ഒരു നേതാവ് വരും, വന്നോട്ടെ, നമുക്കെന്താ കാര്യം? ഇപ്പൊ ഈ പൂച്ചയ്ക്കെന്ത് പൊന്നിരിക്കുന്ന കാര്യം പറയില്ല, അത് അവരുടെ പാർട്ടി കാര്യമാണ്. ഞാൻ പറഞ്ഞു, മറ്റു പാർട്ടികൾ അവരുടെ പാർട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റു പാർട്ടികളുടെ അവരുടെ നേതാക്കൾ ആരായിരിക്കണം അവർ തീരുമാനിക്കട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. നന്ദി സാർ. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഇത് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം, സഹായിക്കണം. നന്ദി, നമസ്കാരം.